ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാമെന്ന് മാത്രമല്ല, പെരിയാറിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം, വ്യവസായങ്ങളുടെ വെള്ളം, ഇൻഫോ പാർക്ക് പോലെ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പോലെ ഒരുപാട് ജലാവശ്യങ്ങളുള്ള വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളുടെ വെള്ളം, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിയും. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? വളരെ അത്യാവശ്യമായിരുന്നു. എല്ലാ പിന്തുണയും ഉണ്ടാകുന്ന, സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത പിന്തുണയുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ കണ്ട ചെറിയ നമ്മുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല, എല്ലാ മേഖലകളിലും സിനിമ, സ്പോർട്സ്, ബിസിനസ്, എഴുത്തുകാർ, എല്ലാ മേഖലയിലും ഞങ്ങൾ സമീപിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കായി പോവും. വലിയ പിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെയും സ്മാർട്ട് സിറ്റിയുടെയും മുന്നിലൂടെ പോകുന്ന കടമ്പ്രയാർ ഇത് മലിനമാകുന്നു. ഈ മലിനമാകുന്ന കടമ്പ്രയാറിനെ കുടിവെള്ള സ്രോതസ്സായി മാറ്റുവാൻ കടമ്പ്രയാർ പുനർജനി കൂട്ടായ്മ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഹ്രസ്വചിത്രം തയ്യാറാക്കുന്നു. ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ നിർവഹിച്ചു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ചേർന്ന് നമുക്ക് പോകാം. ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്നുള്ളത്. ഇവിടെ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. നമ്മൾ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ വീഡിയോയുടെ സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ നിർവഹിച്ചതായി ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. എറണാകുളം നഗരഹൃദയത്തിൻ്റെ പ്രധാന ഒരു രക്തവാഹിനി എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പുഴ കടമ്പയാർ വർഷങ്ങളായി സമ്പൂർണമായി മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭരണകൂടങ്ങളുടെ, വിവിധ തലങ്ങളിലുള്ള ഭരണകൂടത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും വർഷങ്ങളായ ഇടപെടലുകൾ, നിരുത്തരവാദമായ സമീപനം ഈ പുഴയെ ഈ ദുരിത കയമാക്കി മാറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു മലിന വസ്തുക്കൾ ഡംപ് ചെയ്യുന്ന ഒരു പുഴയായി മാറിയിരിക്കുന്നു. ഈ കടമ്പ്രയാർ എന്ന് പറഞ്ഞാൽ കടമ്പ്രയാർ മാത്രമല്ല, കടമ്പ്രയാറും ചിത്രപ്പുഴയും ചേർന്ന ഒരു ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ തൃക്കാക്കരയ്ക്കും കൊച്ചി നഗരത്തിൻ്റെ വലിയൊരു ഭാഗത്തിനും ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു പുഴയാണിത്. ഇന്ന് ലോകത്ത് പുഴ സംരക്ഷണം എന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി കൊണ്ടുനടക്കുക. അതിന് കാരണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ മാറ്റം വരുന്നു, വെള്ളം കിട്ടാതെ വരുന്നു. അപ്പം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും വില വെള്ളത്തിന് വരുന്ന ഒരു കാലമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും അടുത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട് ശുദ്ധജലത്തിന്. അപ്പം ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നത് ഏത് സമൂഹത്തിൻ്റെയും, ആ സമൂഹത്തെ ഭരിക്കുന്ന സർക്കാരുകളുടെയും ഭരണകൂടങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും കടമയാണ്. കാരണം വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു സമ്പത്താണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. തൃക്കാക്കര വളരെ പെട്ടെന്ന് വികസിക്കുന്ന ഒരു നഗരമാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വികസനം വരുന്നൊരു സ്ഥലമാണ്. കൂടുതൽ ആളുകൾ വരുന്നു, കൂടുതൽ കമ്പനികൾ വരുന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ശുദ്ധജലം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ്. തൃക്കാക്കര എല്ലാ കാലത്തും പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പെരിയാർ തന്നെ വലിയ അബദ്ധത്തിലാണ്. അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കിൻഫ്രയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കാരണം പെരിയാറിൽ പ്രശ്നമുണ്ട്, കൊണ്ടുവരുന്ന വഴിക്ക് പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇനിയും കൂടാനാണ് സാധ്യത. അപ്പം എന്താണ് സ്ഥിരമായി നമ്മുടെ പ്രദേശത്ത് നല്ല വെള്ളം കിട്ടാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ അത് ഈ പുഴയെ സംരക്ഷിക്കലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് തൃക്കാക്കരയുടെ മാത്രമല്ല, അപ്പുറത്തുള്ള പുത്തൻകുരിശ് പഞ്ചായത്തും അതുപോലെ കുന്നത്തനാട് മണ്ഡലത്തിലെ എല്ലാവർക്കും ഇത് ബാധകമായ കാര്യമാണ്. ഒരു പുഴയുടെ രണ്ട് കരയും ഒരുപോലെയാണ്. പക്ഷേ പുഴയെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ലണ്ടൻ നഗരത്തിൻ്റെ നടുക്കുകൂടി ഒഴുകുന്ന തെംസ് എന്ന് പറയുന്ന പുഴ നമ്മളൊക്കെ ചെറുപ്പകാലത്തെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ തെംസ് ഒരു കാലത്തെ ഏറ്റവും മലിനമായ നദിയായിരുന്നു. വ്യവസായങ്ങളും വാണിജ്യങ്ങളും മറ്റ് സംഗതികളും വീടുകളും ഒക്കെ. ഇന്ന് തെംസ് ലോകത്തിലെ ഏറ്റവും നല്ല നദികളിൽ ഒന്നാണ്. എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലണ്ടൻ പോലൊരു നഗരത്തിൽ തെംസ് പോലൊരു നദിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞത്? അത് ഒരു സമൂഹത്തിൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്, മീനച്ചിലാണ്. ഒരുപാട് മലിനീകരണവും നാശവും
വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായ സ്ഥലമാണ് മീനച്ചിലാർ. മീനച്ചിലാറിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പദ്ധതി, ജനകീയ പദ്ധതി അവിടെ നടക്കുകയും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ പ്രദേശത്ത് എത്ര വെള്ളം, എത്ര മഴ പെയ്താൽ എവിടെയൊക്കെ വെള്ളം കൂടുമെന്നറിയാൻ മീനച്ചിൽ സംരക്ഷണ സമിതിയോടാണ് കളക്ടർ വിളിച്ചു ചോദിക്കുന്നത്. കാരണം 300-ലധികം റെയിൻ ഗേജ് അവർ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മീനച്ചിലാർ വളരെ നീണ്ടൊരു നദിയാണ്, നമുക്ക് അത്രയൊന്നും നീളമില്ല. അപ്പോൾ മീനച്ചിലാർ പോലൊരു സംഗതി സംരക്ഷിക്കാമെങ്കിൽ അത് പാലയിലാണെങ്കിലും കാഞ്ഞിരപ്പള്ളിയാണെങ്കിലും പൂഞ്ഞാറാണെങ്കിലും ഒക്കെ അത് വളരെ വൃത്തിയായി തീക്കോയും വാഗമൺ മുതൽ ഏതാണ്ട് വൈക്കം വരെ എന്ന് പറയുന്ന രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സംഗതി എന്തുകൊണ്ട് ഇത്രയും പ്രബുദ്ധരായ ആളുകൾ, നമുക്കിവിടെ ഇഷ്ടം പോലെ, ഇവിടെ സമ്പത്തിന് യാതൊരു കുറവുമില്ല, സഹകരിക്കാവുന്ന ആളുകളുണ്ട് നമുക്ക്, പക്ഷേ നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണി. നമ്മൾ പുനർജനി എന്ന ആശയം മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഇതിന് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? കഴിഞ്ഞാൽ മാത്രമേ ഇത് വിജയിക്കാൻ കഴിയൂ. നമ്മുടെ നാട്ടിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, നമുക്ക് കോളേജുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും നമുക്ക് ഇതിൽ യോജിപ്പിക്കാൻ കഴിയും. അപ്പോൾ പുഴയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമൊന്നുമില്ല. കാരണം എല്ലാവരും വെള്ളം കുടിക്കും, എല്ലാവർക്കും ഈ പുഴ ആവശ്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കിതിനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. വലിയൊരു പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പണച്ചെലവുള്ള പദ്ധതിയല്ല, ജനങ്ങളുടെ പങ്കാളിത്തം വേണ്ട പദ്ധതി. എത്ര പണം നിങ്ങൾ ചിലവാക്കിയാലും ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലെങ്കിൽ ഈ പദ്ധതി വിജയിക്കില്ല. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം, എളിയൊരു ശ്രമം നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന് മുമ്പും പലരും ശ്രമിച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോകട്ടെ, എല്ലാ ശ്രമങ്ങളും മുമ്പോട്ട് വരട്ടെ. അതിൻ്റെ ഭാഗമായി ആദ്യം തീരുമാനിച്ചത് നമ്മളൊരു വീഡിയോ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ തയ്യാറാക്കുക. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ട സാധാരണക്കാർ മുതൽ ഏറ്റവും നമ്മുടെ വിദഗ്ധരായ ആളുകൾ, നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാർ ഇതൊക്കെ ഉണ്ട്. തൃക്കാക്കരയും ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചി നഗരസഭയുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട ആളുകൾ, അപ്പുറത്തെ പുത്തൻകുരിശ് അതുപോലെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ മാലിന്യ സംസ്കരണം, ഈ പുഴയെ പ്രശ്നമാക്കുന്ന 3-4 ഘടകങ്ങളുണ്ട്. അത് ആരുടെ കുറ്റമൊന്നും ഞാൻ പറയാം, ഞാൻ ആരെയും വിമർശിക്കുന്നില്ല. കാരണം അതങ്ങനെ കുറേ കാലമായിട്ട് വന്നതാണ്. അത് വ്യവസായങ്ങളുടെ മലിനീകരണമുണ്ട്, ബ്രഹ്മപുരത്തിൻ്റെ മലിനീകരണമുണ്ട്, നമ്മളൊക്കെ തന്നെ അറിഞ്ഞും അറിയാതെയും റോട്ടിലിടുന്ന സാധനം ഈ പുഴയിൽ അവസാനം വരുന്നുണ്ട്. അപ്പോൾ ഈ മലിനീകരണങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കുക, ഇതിൻ്റെ ഈ പോള പോലെയുള്ള സംഗതികൾ മാറ്റുക, ഈ വെള്ളം പരിശോധിക്കുക, വെള്ളം ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അതിന് വേണ്ട ഒരു ദീർഘകാല പദ്ധതിയാണ്, ഒരു രാത്രി കൊണ്ട് തീരുന്ന ഒരു സംഗതിയല്ല. പക്ഷേ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, ഈ രാജ്യം നന്നാവണം, ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ചുരുക്കം ചില പൊതുപ്രവർത്തകരിലും പ്രകൃതി സ്നേഹികളും ഒരാളാണ് ശ്രീ CR സാർ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് വരുന്ന പരിപൂർണമായും ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ പ്രസ്ഥാനവും എൻ്റെ സംഘടനയും പരിപൂർണമായി പിന്തുണയും ആദ്യമായി വാഗ്ദാനം ചെയ്യുകയാണ്. കടമ്പയാർ സംരക്ഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം കാലങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2010 ബഹുമാന്യനായ CC ബിജു പൊതുപ്രവർത്തന രംഗത്ത് ഒരു അമരക്കാരനായി വന്ന കാലത്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. പണ്ട് കാലത്ത് ഇവിടെ കക്ക വാരി നെല്ല് വിതച്ച് ഞങ്ങൾക്കൊക്കെ പാടം അപ്പുറത്തുണ്ട്. ഇപ്പം കുറച്ച് പാടം കിടപ്പുണ്ട്, മെട്രോ എടുത്തേൻ്റെ, ബാക്കി കിടപ്പുണ്ട് മറ്റേ സ്മാർട്ട് സിറ്റി എടുത്തേൻ്റെ. അതുമായി ബന്ധപ്പെട്ട് പറയാലോ, ഒരു മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഈ വ്യാവസായിക മേഖലയിൽ നിന്ന് മാത്രം തന്നെ നിരവധി കമ്പനികൾ മാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് അടിയിൽ കൂടി പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടാണ് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളമില്ല. ബഹുമാന്യനായ നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു പെരിയാറിൽ നിന്ന് തന്നെ വെള്ളം സംസ്കരിച്ച് പൈപ്പ് ലൈനോട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരന് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം മറികടക്കാൻ കടമ്പ്രയാർ പോലെയുള്ള ഈ ചെറിയ തോടുകളും പുഴകളും സംരക്ഷിക്കണം. മലിനീകരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇന്ന് സ്വിച്ച് ഓൺ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു പദ്ധതിക്ക് റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൗൺസിലിൻ്റെ പേരിൽ എല്ലാവിധ വിജയങ്ങളും നേരാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴയാണ് കടമ്പ്രയാർ. ഇന്നിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊരു കൊതുക് വളർത്തൽ കേന്ദ്രമാണ് എന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. മലിനീകരിക്കപ്പെട്ട ജലം, വ്യാവസായിക മാലിന്യം, ബ്രഹ്മപുരത്തെ മാലിന്യത്തിൻ്റെ ഭാഗവും ഇതിനകത്ത് തന്നെയാണ് വന്നു ചേരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള സ്രോതസ്സായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പുഴയെ ഇങ്ങനെ നശിപ്പിക്കുന്ന നമ്മുടെ ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾ, അത് മുനിസിപ്പാലിറ്റി ആവട്ടെ, ജില്ലാ ഭരണകൂടമാവട്ടെ, സംസ്ഥാന സർക്കാരാവട്ടെ, കേന്ദ്ര സർക്കാരാവട്ടെ, ഏത് ഏജൻസിയാണെങ്കിലും ഇതുപോലെയുള്ള പുഴകളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ ഭരണാധികാരികൾ
ഏറ്റെടുക്കേണ്ടതാണ്. അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ചെറിയ കൂട്ടായ്മകൾ നടത്തുന്ന ഒട്ടേറെ സംഘടനകൾ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രതിഷേധ സമരങ്ങളും കടമ്പ്രയാർ സംരക്ഷിക്കണം, കടമ്പ്രയാർ മലിനീകരിക്കപ്പെടുന്നു, ഇതിന് പരിഹാരമുണ്ടാവണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഉയർന്ന പ്രതിഷേധങ്ങളൊന്നും വേണ്ട രീതിയിൽ ഗൗനിക്കുന്നതിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ, ഇവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്ന ഈ ഒരു പുനർജനി പദ്ധതി, ഇതിൻ്റെ ഒരു പുനർജന്മം, കടമ്പ്രയാർ പുനർജന്മം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടമ്പ്രയാർ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് എല്ലാവരും ഇങ്ങനെ ഒത്തിരി പറയുന്നത് കേട്ടിട്ടുണ്ട്, കടമ്പ്രയാർ മലിനമാകുന്നു എന്ന്. എല്ലാ പുഴയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. ഞങ്ങളുടെ അവിടെയും തൃപ്പൂണിത്തുറയും ഉണ്ട്, ഒരു ചെറിയൊരു പുഴയാണ്, പക്ഷെ അതിൻ്റെ അവസ്ഥ ഇതിനേക്കാളും ദയനീയമാണ്. അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഭൂപ്രകൃതിയിൽ നമ്മളുടെ ക്ലൈമാറ്റിക് ചേഞ്ചസിൻ്റെ ഒക്കെ മെയിൻ കാരണം ഇത് തന്നെയാണ്. മഴവെള്ളം വന്നു കഴിഞ്ഞാൽ മഴവെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ല. നമ്മളുടെ ഒരു ചെറിയൊരു അശ്രദ്ധക്കുറവാണ്. നമ്മളെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല ഭംഗിയായിട്ട് ഇതിൽ വെള്ളം യൂസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാനോ എന്ത് വേണമെങ്കിലും നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നമ്മൾ കുറച്ചുപേര് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഓരോരുത്തരും അതിനകത്ത് പങ്കാളികളാവുമ്പോഴാണ് ഇത് നമുക്ക് പൂർണ്ണമായും നമ്മുടെ മീനച്ചിലാൽ പദ്ധതി പോലെ തന്നെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുക. ഇത് സംരക്ഷിക്കപ്പെടാൻ ഒരു വിഷമവുമില്ലാത്തൊരു നദിയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ ചെറിയ നദിയാണ്. അത് സംരക്ഷിക്കപ്പെട്ടാൽ ഈ പ്രദേശത്തെ എല്ലാ ജല ആവശ്യങ്ങൾക്കും നമുക്ക് ഇവിടുന്ന് വെള്ളം കിട്ടും എന്ന് മാത്രമല്ല, അതുവഴി പെരിയാറിലുള്ള ലോഡ് വളരെ കുറയ്ക്കാൻ കഴിയും. മറ്റാളുകൾക്കും, പെരിയാറിൽ നിന്ന് വെള്ളമെടുക്കുന്ന മറ്റാളുകൾക്കും അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ട് ഏതർത്ഥത്തിലും നമുക്ക് ഈ നദിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു കടമയായി എടുക്കണം. ഈ പ്രദേശത്തുകാരാണ് നദിയെ സംരക്ഷിക്കേണ്ടത്, വേറെ പുറത്തുനിന്ന് വന്നിട്ട് നദിയെ സംരക്ഷിക്കാനല്ല. അതിനുള്ള തുടക്കമാണ് നമ്മളിപ്പോൾ വച്ചിട്ടുള്ളത്. കടമ്പ്രയാർ പുനർജനി എന്ന ഒരു പദ്ധതിയുമായി അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്ന് നമ്മുടെ ബഹുമാനായ നീലകണ്ഠൻ സാർ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ കടമ്പ്രയാർ എൻ്റെ കൈവഴിയായ എടച്ചിറ തോടിന് സമീപമാണ് എൻ്റെ വീട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ തോട്ടിലെ വെള്ളം ശരിക്ക് വെറുതെ നമുക്കെടുത്ത് കുടിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് ഈ വെള്ളം വളരെ മലിനമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് നമ്മൾ ഈ തോട്ടിലിറങ്ങി കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറി വരുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു സർവീസ് സെൻ്ററിൽ തന്നെ പോകേണ്ടി വരും. അത്രയ്ക്ക് അഴുക്കാണ് ഈ പുഴയിൽ ഇപ്പോൾ ഉള്ളത്. നിലവിൽ മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് ഈ പുഴ. എന്തായാലും ഇങ്ങനെ ബഹുമാനായ നീലകണ്ഠൻ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും പലവരും ഇവിടെ ഇങ്ങനെ ചെയ്ത് കടമ്പ്രയാർ പദ്ധതികളുമായി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നീലകണ്ഠൻ സാർ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടി ഇന്നിവിടെ ഇതിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. തൃക്കാക്കര നഗരസഭ എടച്ചിറ പാലം മുതൽ കടമ്പ്രയാർ പാലം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഒരു മിനി ടൂറിസം പദ്ധതി എന്ന നിലക്ക് ഇരു സൈഡുകളും കെട്ടി സംരക്ഷിക്കാനും ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങളും വാട്ടർ പ്യൂരിഫിക്കേഷനും എല്ലാം നല്ല രീതിയിൽ തുടങ്ങാനുള്ള ഉദ്ദേശവുമായി മുനിസിപ്പാലിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നടപടികളും അധികം താമസിയാതെ തന്നെ തുടങ്ങുന്നതായിരിക്കും. എന്തായാലും ഈ പുനർജനി പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.